ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഒരു കോംബോയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായ ഒരു കോംബോ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു, അനീഷും ഷാനവാസും തമ്മിലുള്ള. അതും ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഷാനവാസ് തന്നെ പിറകിൽ നടന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പ്. അതിൽ പോലും ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡ് കൂടി തന്നെ. കാരണം ഈ എവിക്ഷനിൽ ലാലേട്ടൻ ചോദിക്കുന്നു ആരെ രക്ഷിക്കണം എന്നുള്ളത്. അതിൽ അനീഷ് എടുത്തു പറയുന്നു, എനിക്ക് ഷാനവാസിനെ എവിക്ഷനിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ആഗ്രഹം. ഷാനവാസിന്റെ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അനീഷ് പറയുന്നു, അത്രയ്ക്കും പുകഴ്ത്തിയാണ് പറയുന്നത്. എന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് തിരിച്ച് ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ പേര് അനുമോളുടെ പേര്. ആ സമയത്ത് അനീഷിന്റെ ഒരു നിൽപ്പ് കാണണമായിരുന്നു. ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു, എന്താ അനീഷെ കണ്ടില്ലേ എന്നുള്ള തരത്തിൽ ചോദിക്കുമ്പോഴത്തേക്ക് അനീഷിന്റെ ആ ഒരു നിൽപ്പ് കാണണമായിരുന്നു. ശരിക്കും പാവം തോന്നിപ്പോവും. അതോടൊപ്പം തന്നെ ഷാനവാസ് തിരിച്ചു പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയല്ല ലാലേട്ടാ, ഞാൻ മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. പക്ഷെ ഇത്രയും, അതായത് താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് തൊട്ടു മുമ്പേ ആ വ്യക്തി നിന്നിട്ട് പോലും അത് കാണാതെ തൊട്ടുപ്പുറത്ത് നിന്ന് അനുമോളെ കാണുക എന്നൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല എന്ത് തരം ന്യായമാണ് ഷാനവാസ് ഉന്നയിക്കുന്നത് എന്നുള്ളത്. എന്ത് തന്നെയായാലും അത് അനീഷ് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം, അതിലൊരു സംശയവുമില്ല. അത് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അനീഷിന് ഷാനവാസിനോടുള്ള ആ ഒരു അടുപ്പം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അനീഷ് മനസ്സിലാക്കിയോ ഷാനവാസിനെ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു അന്ത്യം അനീഷ് കുറിക്കുമോ എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അയാളുടെ മനസ്സിലുള്ള ഷാനവാസിനെ കുറിച്ചുള്ള ചിന്തകൾ, അതായത് ഷാനവാസിനെ കുറിച്ച് ഇപ്പോഴും എനിക്ക് സോഫ്റ്റ് കോർണർ ഉണ്ട് ഷാനവാസിന്റെ അടുത്ത്. എന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അത്രത്തോളം പുകഴ്ത്തി പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്നും തിരിച്ചു കിട്ടുന്ന ഒരു റിപ്ലൈ ആർക്കായാലും, അത് കാണുന്ന പ്രേക്ഷകർ പോലും പ്രതീക്ഷയില്ല ഷാനവാസിൽ നിന്ന് ഈ ഒരു ഉത്തരമാണ് വരുന്നത് എന്നുള്ളത്. ശരിക്കും കൈവിട്ടു പോയി ഷാനവാസിന്റെ, ഒക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതെന്തായാലും അനീഷിന് നല്ല രീതിയിൽ ഹർട്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി മുന്നോട്ട് പോകുമോ, അതോ ഇതോടുകൂടി ഒരു അന്ത്യം കുറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.